നിങ്ങൾ മടിയം മോമോസ് കഴിച്ചിട്ടുണ്ടോ? മോമോസ് എന്ന് പറയുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അത് കുഴച്ച് വരുത്തേണ്ട കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ മോമോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നല്ല സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാവ് കുഴച്ച് വരുത്താതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മോമോസും ചട്നിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ മോമോസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലില്ലാതെ ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ചിക്കന്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വെജീസായിട്ട് സവാളയും ക്യാരറ്റും കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കം എല്ലാതും ഞാൻ ചോപ്പറിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായത്. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. എല്ലാതും കുറച്ച് കുറച്ച് മതി കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതോ അല്ലെങ്കിൽ പൊടിയായാലും മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ചിക്കനിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി അങ്ങ് കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പിഞ്ച് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ മൈദയും പിന്നെ 1-2 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു മൈദ മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു ബോളില്ലേ അതിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൈദ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ബോളിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം അങ്ങനെ മുക്കി വെക്കരുത്, അപ്പോൾ നമ്മൾ മസാല അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, പെട്ടെന്ന് തന്നെ എടുക്കുക, എന്നിട്ട് വീണ്ടും മൈദയിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ മുക്കുക. അങ്ങനെ ഒരു 4-5 തവണ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക കേട്ടോ. ആദ്യം മൈദയിൽ മുക്കുക, പിന്നെ വെള്ളത്തിൽ അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 4-5 തവണ ചുരുങ്ങിയത് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ലെയറായിട്ട് നമ്മൾ മാവ് കുഴച്ച് പരത്തി അതേ ടെക്സ്ചറിൽ ഇതിൻ്റെ പുറമേ ലെയർ കോട്ടിംഗ് ആയിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പരത്തിയിട്ട് അത് ചെയ്ത് അതേ ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. ഇത്രയും അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ മൈദയിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫില്ലിങ് ഇളകിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യും, കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ടല്ലേ ചിക്കൻ ചെയ്യുന്നത്. പക്ഷെ അത് കോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ബോൾ ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് കഴുകിയിട്ട് വീണ്ടും വീണ്ടും ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാവ് കുഴച്ച് പരത്തി അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടില്ലേ. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ തന്നെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് തട്ടിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ എത്രത്തോളം നിങ്ങളുടെ സ്റ്റീമറിൽ തട്ട് കൊള്ളുമോ അതിനനുസരിച്ച് ഇറക്കി വെച്ച് കൊടുക്കാം, അടച്ച് വെച്ച് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു കോട്ടിങ് മാത്രമല്ലേ കുക്കാവാനുള്ളൂ, ഒരുപാട് ടൈമൊന്നും വേണ്ട. അങ്ങനെ ഇതാ നമ്മുടെ മോമോസ് അടിപൊളിയായിട്ട് 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാനായിട്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല, അങ്ങനെ ഇളകിപ്പോകുന്ന പ്രശ്നമോ പൊട്ടിപ്പോകുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ മാവ് കുഴച്ച് പരത്തി അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിക്കോളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് മോമോസിൻ്റെ സോസ് അഥവാ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ലേ, അത് ഞാൻ എരിവുള്ള മുളകാണ് 4 ചെറുതായി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവ് കുറവുള്ളതാണെങ്കിൽ കശ്മീരിയും സാദയും മിക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞ് പീസുള്ളതിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ചെറുനാരങ്ങ നീരും ഒരു അരമുറിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നല്ലപോലെ തിളപ്പിച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതുവരെ സ്ലോലി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണേ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക.
എന്നിട്ട് നല്ലപോലെ കുറുകി ഈ ഒരു പരുവത്തിൽ ഒന്ന് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ്. ഒരു എന്താ പറയുക, എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റാണേ. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മടിയൻ മോമോസും ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയ ഐറ്റമെന്ന് പറയുകയില്ല. നല്ല ടേസ്റ്റുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മോമോസൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്